ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു DR വ്ലോഗിംഗ് സീരീസ്. ഇന്നൊരു ലോങ് ഡ്രൈവ് പോവാണ്. UAE കുറേയധികം സ്ഥലങ്ങളിലുള്ള ഒരു യാത്രയാണ്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്, ഷുഹൈബ് ഡാമിൽ. കാണുന്നതാണ് ഷുഹൈബ് ഡാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. സക്കീർ ഭായിയുടെ കൂട്ടത്തിലാണ് ഇന്നത്തെ ട്രിപ്പ്. ഹായ്. കൊച്ചിയിൽ നിന്ന് 2 മച്ചന്മാരുണ്ട്. ഇത് അർജുന്, ഇത് ടോണി. ഇവിടുന്ന് ഇനി നേരെ ഷാർജ ഓഫ് റോഡ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ഫ്രീ എൻട്രിയാണ് അങ്ങോട്ട്. ഇപ്പം തൽക്കാലം വെള്ളിയാഴ്ച മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം വരിക. ഇപ്പം ഷാർജ ഓഫ് റോഡ് മ്യൂസിയത്തിലാണ് ഉള്ളത്. ഇങ്ങോട്ട് ഫ്രീ എൻട്രി ആണ്. ഞാൻ അബുദാബിയിൽ ഇതുപോലെ ഒരു മ്യൂസിയം കവർ ചെയ്തിട്ടുണ്ട്. എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയം ആണ് പേര്. അവിടെ പക്ഷെങ്കിൽ പെയ്ഡ് എൻട്രി ആണ്, ഇവിടെ ഫ്രീ എൻട്രി ആണ്. പിന്നെ അടിവശമാണ്. പിന്നെ ഇതിന്റെ ഹൈറ്റ് കണ്ടല്ലോ, ഇത്രയേ ഉണ്ട് ഹൈറ്റ്. ഞാൻ ചാടിയാലും ഇവിടം വരെ ചാടണം. ഈ ചെറിയ വണ്ടിയുടെ ഒരു റെപ്ലിക്കയാണ് വലിയ വണ്ടിയായിട്ട് കാണിച്ചേക്കുന്നത്. വണ്ടിക്കകമാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. പല ബ്ലോക്കുകളിലായിട്ടാണ് വണ്ടികളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഗഫൂർ ഭായ്. പണ്ട് കാലത്ത് ഇവിടുത്തെ ഷെയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് നിസാൻ പെട്രോളാണ്. ഫ്രണ്ടിൽ വേറൊരു വീലൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അൺയൂഷ്വൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടിട്ട് എന്തോ ഒരു ഡബിൾ ഡെക്കർ നിസാൻ പോലെയുണ്ട്. മൊത്തത്തിൽ കമ്പൂഷൻ ആയാലും ഇതിപ്പോൾ മുന്നേ ഏതാ പിന്നെ ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ സൈഡാണ് മുൻവശം, ഇവിടെയാണ് ബാക്ക്. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് സ്റ്റിയറിംഗ് വരുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇപ്പം കാണുന്ന ഫോർഡ് വണ്ടികളാണ്. അവിടെ ബാക്ക് സൈഡിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അമേരിക്കൻ മെയ്ഡാണ്. ഇവിടെ ലോക്കലി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ അധികം ആൾക്കാരൊന്നും കണ്ടു കാണത്തില്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർഡ് ഹമ്മർ എന്ന് പറഞ്ഞ ആക്കിയേക്കുവാണ്. ഇത് ലോക്കലി മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുവാണ്. ഇപ്പം 255 ഹോഴ്സ് പവറാണ് ഇതുള്ളത്. ട്യൂൺ ചെയ്ത് അങ്ങനെ ആക്കിയേക്കുന്നതാണ്. നമ്മൾ ചില ടോയ് കാർ പോലെയാണ് ഇത് കണ്ട് ഞാൻ തോന്നുന്നത്. നല്ല വലിപ്പമുണ്ട്. ജീപ്പിൻ്റെ തന്നെ ഒരു മോഡലാണ്. കസ്റ്റമൈസ് ചെയ്ത് ഭയങ്കര ഒരു ഇതാക്കിയേക്കാണ്. ടയറൊക്കെ കണ്ടില്ലേ. ഈ വണ്ടി കാണുമ്പോൾ കുറച്ചുകൂടെ രസകരമാണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊന്ന് മാഡ് മാക്സിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇത് ഡോഡ്ജാണ്. ഹോഴ്സ് പവർ കൊടുത്തിരിക്കുന്നത് 96 ആണ്. ഷെവർലെറ്റിൻ്റെ വലിയൊരു ഫയർ എഞ്ചിനാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, പിന്നെ മോഡിഫൈ ചെയ്ത് ഈ പരുവത്തിലാക്കി. ഡ്രൈവേഴ്സ് സെൻ്റർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുന്നിലോട്ട് ഇത്രയധികം ദൂരം കിടക്കുന്നത്. സാധാരണ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് ഇങ്ങനെ വരാറുള്ളത്. ഇവിടെ വരുമ്പോൾ 3 തരത്തിലുള്ള ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ജനറൽ ലാൻഡ് മോഡിഫൈഡ്, പിന്നെ ഹിസ്റ്ററി ബിൽഡിങ്, പിന്നെ ആർമി ബിൽഡിംഗ് എന്ന് പറയുന്നൊരിതാണ്. ഇപ്പോൾ ആർമി ബിൽഡിങ്ങിലോട്ടാണ് കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ് ജനറൽ ലാൻഡ് മോഡിഫൈഡ്. നെക്സ്റ്റ് നമ്മളിനി കയറാൻ പോകുന്ന ഹിസ്റ്ററി ബിൽഡിങ്ങിലേക്കാണ്. എഴുതി വെച്ചിരിക്കുന്നത് 40s ജീപ്പ് എന്ന് പറഞ്ഞു. എല്ലാം അമേരിക്കൻ മോഡലാണ്.
ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഉണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത്രയധികം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്തിനാണ് ഫ്രീ എൻട്രി വെച്ചേക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ അറിയാൻ സാധിക്കുന്നത് നെക്സ്റ്റ് വീക്ക് മുതൽ പെയ്ഡ് എൻട്രി ആണ് ഇങ്ങോട്ട്. അതായത് 55 ദിർഹംസ് നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം വന്ന് കാണാൻ പറ്റുള്ളൂ. ഞാനിപ്പം വന്ന് കാണുന്ന ഫ്രീ എൻട്രി ആണ്. ലാൻഡ് റോവറിൻ്റെയൊക്കെ കുറേയധികം കളക്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും സ്പെസിഫിക്കേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും എടുക്കും. അത്രയധികം വണ്ടികളുടെ കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർമി ബിൽഡിങ്ങിൽ വളരെയധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഹിസ്റ്ററി ബിൽഡിങ്ങിൽ വന്നപ്പോൾ കുറേയധികം വണ്ടികളുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള കുറേ അടിപൊളി വണ്ടികളുണ്ട് ഇവിടെ. ഇവരെ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റിന് ഇതുപോലുള്ള പഴയ വണ്ടികളൊക്കെ ഇവിടെ കീപ്പ് ചെയ്ത് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങുന്നത് ഒരു വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അർജുന, ടോണി എന്നോടൊപ്പം ഉള്ളവരാണ്. നിങ്ങൾക്ക് ഈ മ്യൂസിയം ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്നു മ്യൂസിയം ഒന്നും പറയാനില്ല. ഹെവി ഫുള്ള് വിൻറ്റേജ് മൂഡ്. പൊളിച്ചു. പിന്നെ അടിപൊളി മൂഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി മൂഡ്. ഓഫ് റോഡ് മ്യൂസിയത്തിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജനുവരി 20-ാം തീയതിക്ക് ശേഷം പെയ്ഡ് എൻട്രി ആണെന്നാണ് പറയുന്നത്.
ലൊക്കേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വീണ്ടും നല്ല നല്ല വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സി ഓൺ നെക്സ്റ്റ് വീഡിയോ.